അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് വയനാട് അഞ്ചുകുന്ന് 6-ാം മൈലിൽ 90 വയസ്സായ ഒരു മുത്തശ്ശിയും 5 പേരക്കുട്ടികളും. വീടെന്ന സ്വപ്നത്തിന് സഹായഹസ്തമെത്തിയെങ്കിലും ചുമരുപണിയോടെ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചു. അന്തിയുറങ്ങാൻ വീടെന്ന പ്രതീക്ഷ യാഥാർത്ഥ്യമാകുന്നതും കാത്തിരിക്കുകയാണ് ഈ വയോധികയും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും. ചാച്ചമ്മയ്ക്ക് പ്രായം 90-നടുത്തുണ്ട്. പറക്കമുറ്റാത്ത 5 പേരക്കുട്ടികളും ചാച്ചമ്മയും പണിതീരാത്ത ഈ കൂരയിലാണ് അന്തിയുറങ്ങുന്നത്. അമ്മയെ കൊലപ്പെടുത്തി അച്ഛൻ ജയിലിൽ പോയതോടെ 5 കുഞ്ഞുങ്ങളും അനാഥരായി. അമ്മൂമ്മയല്ലാതെ മറ്റാരും അവരെ ചേർത്തു നിർത്തിയില്ല. കാറ്റും മഴയും കടക്കാത്ത അടച്ചുറപ്പുള്ളൊരു കൂരയാണ് ഈ കുരുന്നുകൾക്കായി കൊച്ചിയമ്മയുടെ ആഗ്രഹം. എനിക്കൊരു കിടക്കാനുള്ളൊരു ഇത് മാത്രം ആക്കി തന്നാൽ മതി. അത് മാത്രമേ എനിക്ക് വിഷമം അറിയാം. എങ്ങനെങ്കിലും എല്ലാവരും കൂടി ഇതൊന്നും സഹായിക്കാൻ സാറേ, എനിക്കത് മാത്രം ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്നു. എനിക്ക് ഭയങ്കര പ്രശ്നമായിപ്പോയി. ഇളയവൻ സുധീഷ് പണിതീരാത്ത വീടിന്റെ ജനൽ കമ്പിയിൽ കയറി കളിക്കുകയാണ്. 2022 ജൂൺ 2-നാണ് കൊച്ചിയമ്മയുടെ മകൾ സുനിതയെ മദ്യപാനിയായ ഭർത്താവ് സുരേഷ് കൊലപ്പെടുത്തുന്നത്. അച്ഛൻ കുറ്റവാളിയായതോടെ 2.5 വയസ്സ് മുതൽ 10 വയസ്സുവരെ പ്രായമുള്ള 5 കുഞ്ഞുങ്ങൾ അനാഥരായി. സംഭവ ദിവസം അസുഖബാധിതയായി ആശുപത്രിയിലായിരുന്നു കൊച്ചിയമ്മ. പിന്നീട് 5 പേരക്കുഞ്ഞുങ്ങളെയും ചേർത്തുപിടിച്ച് ബന്ധുവീടുകളിൽ മാറി താമസിക്കുകയായിരുന്നു കൊച്ചിയമ്മ. കുടുംബക്കാരാണെങ്കിൽ വേറെ ഉള്ളവരാണെങ്കിലും സാറേ ഒരു ദിവസം 2 ദിവസമൊക്കെ പെരുമാറും. പിന്നെ എൻ്റെ കഷ്ടപ്പെട്ടാൽ മക്കളെ സ്ഥലത്ത് ഒറ്റപ്പാടുണ്ടാവില്ലോ. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കുന്നത്. കൊച്ചിയമ്മയുടെ ദുരിതങ്ങൾ മനസ്സിലാക്കി സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സുനിത മക്കൾ സംരക്ഷണ സമിതി രൂപീകരിച്ചു. ഉദാരമനസ്കരുടെ സംഭാവനയിൽ തറകെട്ടി പണി തുടങ്ങിയെങ്കിലും ചുമർ നിർമ്മാണ പ്രവൃത്തിയോടെ പാതി വഴിയിൽ നിലച്ചു. ഇതുവരെ ഞങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ചിത്രകാരന്മാരും ഞങ്ങൾക്ക് ചിത്രങ്ങളൊക്കെ വരച്ചു തന്നിരുന്നു. അതൊക്കെ പെയിൻറ്റിങ്ങൊക്കെ വിറ്റ് അതൊക്കെ പ്രദർശനമൊക്കെ നടത്തി ആ കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചു. പിന്നീട് അതുപോലെ കണ്ണൂരിലെ വെളിച്ചം ചാരിറ്റബിൾ ട്രസ്റ്റ്, പിന്നെ വിജയ് സാറ് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്ഥലം വാങ്ങാൻ വേണ്ടി മുഴുവൻ പൈസയും തന്നത് കണ്ണൂരിലെ പാട്യത്തുള്ള മുകുന്ദേട്ടനാണ്. അദ്ദേഹമാണ് ഈ സ്ഥലം മുഴുവൻ മേടിച്ചു തന്നത്. അപ്പോൾ ആ നിലക്കൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വരെ എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. പ്രശസ്ത ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശനം നടത്തി വീടിനായുള്ള ധനസമാഹരണം ആരംഭിച്ചു. വീടാകാൻ സഹായ വാഗ്ദാനങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സമിതിയുടെ കൺവീനർ കാസിം പുഴയ്ക്കലും ചെയർമാൻ അശോകൻ കെല്ലിയും. ഈ മുത്തശ്ശിയുടെ ചിറകിനടിയിൽ 5 കുഞ്ഞുങ്ങൾ ഇപ്പോൾ സുരക്ഷിതരാണ്. പക്ഷെ അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീടും സുരക്ഷിതമായ ഒരു ഭാവിയും ഉറപ്പാക്കാൻ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഓരോ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.